എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ഉപയോഗിച്ചൊരു ഡിഷാണ്. ഇപ്പോൾ ചപ്പാത്തി, പൊറോട്ട, പൂരി, നാൻ ഇതൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. സ്ക്വയറായിട്ട് പീസ് ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഓരോരോ പാളിയായിട്ട് ഇളക്കി എടുത്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു ക്യാപ്സിക്കം എടുത്ത് അതിനെ സ്ക്വയർ പീസസ് ആക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങും ഇങ്ങും ഒരു ബ്രൗൺ കളറിലെ സ്പോട്ട് വരണോ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് വെച്ചാൽ. ഒരു 4 മിനിറ്റോളം മതിയാവും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി പിടിച്ചോളും. നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഈ ക്യാപ്സിക്കം കൂടി ചേർത്ത് തയ്യാറാക്കിയാൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇതിന് ഒത്തിരി ഗുണഗണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ്. ക്യാൻസറിനെ ചേർത്ത് നിൽക്കാനുള്ള ശേഷി, അതേപോലൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ പല പല ഗുണങ്ങളുള്ളതാണ് ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് മാഗി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സേമിയ ഉപ്പുമാവ് അങ്ങനെയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതും കൂടെ ഒരു പകുതി പീസ് എടുത്തോ എങ്ങനെയെങ്കിലും തയ്യാറാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇത് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാമേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത്. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റും അറിയിക്കണേ. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതായിരിക്കണേ. അപ്പോൾ ഞാനിവിടെ 2 സവാള ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ നല്ല കൊഴുപ്പും ഉണ്ടാവും. ഇത് ഒത്തിരി ഒന്നും വഴന്ന് കിട്ടണ്ട, ഏകദേശം ചെറിയൊരു ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ മതിയേ. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തേ. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് അത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം 1 മിനിറ്റ് മതിയാവും. അത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതിയാവും. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയെ, 1 ടീസ്പൂണ് റെഗുലർ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റണം. ഏകദേശം 2 മിനിറ്റോളം മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഏകദേശം അതും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടൊമാറ്റോസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് പഴുത്തതും ആയിരിക്കണം, അതുപോലെ നമ്മൾ ഉള്ളി അരിഞ്ഞെന്ന് പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ഇതിനെ അരിഞ്ഞ് എടുത്തതായിരിക്കണേ. അതായത് ചോപ്പ് ചെയ്തെടുത്താച്ചാലും മതി, ചോപ്പർ ഉണ്ടല്ലോ അതിൽ. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് ഉടച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതേപോലെ പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ടും. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. അതേപോലെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ. ഈ 2 മിനിറ്റ് കൊണ്ട് തൈര് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിനെ തിളപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 50 ml വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതായത് തൈര് കിടന്നൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് കിടന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നല്ലതായിട്ട് മേളിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും, കണ്ടില്ലേ? ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ ഇപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, മേളിൽ നല്ലതായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മേളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തത് നന്നായിട്ട് വെന്ത് വന്നെന്നുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് ഗ്രേവി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 250 ml വെള്ളം കാണും ഇത്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതായത് ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നമുക്ക് നെടുകെ കീറിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒടുവിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല രുചിയാണ്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയുടെ പൊടിയാണ്. അതായത് കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് തരിതരാന്ന് പൊടിച്ച് വെച്ചിരുന്നത്. ഞാനിത് നേരത്തെ തന്നെ അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ എല്ലാവരും കയ്യിൽ അങ്ങനെ പൊടിയില്ലാത്തവർ ഇതിനെ ചെറുതായിട്ടൊന്ന് പച്ചക്കപ്പലണ്ടിയല്ലേ, അതിനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മിക്സിയിൽ തരിതരാന്ന് പൊടിച്ച് അതിലൊരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും വരും, അതേപോലൊക്കെ കറിക്ക് നല്ല ഒരു കൊഴുപ്പും ഉണ്ടാവുമേ. ഇനി ഇതിട്ടിട്ടൊരു 3-4 മിനിറ്റ് തിളപ്പിക്കണേ. ഒരു പിഞ്ച് ഷുഗറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും, അതേപോലൊക്കെ ഈ ഉപ്പ് പുളി എല്ലാം ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. അതിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കപ്പലണ്ടിയുടെ പൊടി ഇടാനായിട്ട് ആരും സ്കിപ്പ് ചെയ്യല്ലേ, അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ്. എല്ലാവരും അത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.